സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് ഫിഖ്ഹ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, മോഡൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ നഷ്ടമാവില്ല. നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഫിഖിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രം അടങ്ങിയ മറ്റൊരു ചോദ്യ പേപ്പറിൻ്റെ ഉത്തരം പറയുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഉപയോഗപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. ആവശ്യമുള്ള ആളുകൾക്ക് അത് കാണാവുന്നതാണ്. ഇനി നമ്മൾ ചോദ്യ പേപ്പറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. അപ്പോൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഒന്നാമത് നിങ്ങൾ കാണാം, ഇമാം സെഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമ് ചെയ്യൽ സുന്നത്താണെന്നാണ്. സുന്നത്താണോ? അല്ല, നിർബന്ധമാണ്. ഇമാം സെഹുവിൻ്റെ സുജൂദ് ചെയ്താൽ ബാക്കിലുള്ള ആൾക്കാരും നിർബന്ധമായും സെഹുവിൻ്റെ സുജൂദ് ചെയ്യണം, സുന്നത്തല്ല. അപ്പോൾ അത് തെറ്റാണ്. 2, റമദാനിൽ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. റമദാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരം തറാവീഹാണ്, അത് ശരിയാണ്. മൂന്നാമത്തത് റവാത്തിബ് നിസ്കാരങ്ങളേക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം വലിയ പ്രതിഫലമുള്ളതാണ്, റവാത്തിബ് നിസ്കാരത്തേക്കാൾ കൂലിയുള്ളതാണ്. നാലാമത്തത് 2 മർഹല ഏകദേശം 331 കിലോമീറ്ററാണ്. അത് തെറ്റാണ്, നേരെ തിരിച്ചാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ നമ്മളവിടെ തെറ്റിട്ട് കൊടുക്കുന്നു. ഇനി അഞ്ചാമത്തത് പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ്. നിർബന്ധമായിട്ടും നല്ല പൈസൻ്റെ വസ്ത്രം ധരിക്കണം. അപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്കറിയുന്നുണ്ട് ശരിയല്ല എന്ന്. അപ്പോൾ അത് തെറ്റാണ്. ആറാമത്തത് കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. അത് ശരിയാണ് അല്ലേ. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഉത്തരം എഴുതാം എന്നതിലെ 4 ചോദ്യങ്ങളാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കുക, പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് സെഹുവിൻ്റെ സുജൂദ് എന്നാൽ എന്ത്? നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സെഹുവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇനി വായിക്കുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ച് അതിപ്പോൾ തന്നെ കാണാതെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് വിത്ർ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിലും ഓതേണ്ടത് എന്താണ്? അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എഴുതുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅല, 2-ാം റക്അത്തിൽ കാഫിറൂൻ, 3-ൽ 3-ാം റക്അത്തിൽ ഇഖ്ലാസ് അഥവാ കുൽ ഹുവല്ലാഹു മുഅവ്വിദത്തൈനി പറഞ്ഞാൽ ഫലക്കും നാസും ഒരു റക്അത്തിൽ, 3 സൂറത്ത് ഒരു റക്അത്തിൽ ഓതും. പിന്നെ ആദ്യത്തേതിൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅല ഓതും, രണ്ടാമത്തെ റക്അത്തിൽ കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതും. അങ്ങനെ അവസാനത്തെ 3 ഇങ്ങനെ വരും. ഇനി മൂന്നാമത്തത് തറാവീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്താണ്. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ തറാവീഹ് നിസ്കാരം എന്നുള്ളത് ഖിയാമു റമദാനിൽ നിന്ന് അതും പറ്റും. സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കി എഴുതി കൊടുക്കുന്നത്. ഇനി അഞ്ചാമത്തത് എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ 3 ആണോ 2 ആണോ 3 ആണോ 2 ആണോ എന്ന് സംശയം. അങ്ങനെയെങ്കിൽ കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് 2 ഉറപ്പിക്കണം. 3 ആണോ 2 ആണോ സംശയിച്ചാൽ 2 ഉറപ്പിക്കുക, എന്നിട്ട് ബാക്കി നിസ്കരിക്കുക. അപ്പോൾ 2ഉം കൂടെ നിസ്കരിക്കുക. എന്നിട്ട് അവസാനം സെഹുവിൻ്റെ സുജൂദും ചെയ്യുക. ഇനി അത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ 2 ആണോ 3 ആണോ എന്നുള്ളതിൽ ചിലപ്പോൾ 3 തന്നെ ആയിരിക്കും. ഇനി ഒരു പക്ഷേ അത് 2 ആണെങ്കിലോ? 2 ആണെങ്കിൽ ഇവൻ്റെ നിസ്കാരം പൂർണ്ണമാവാതിരിക്കുമല്ലോ. അപ്പോൾ 3 ആണെങ്കിലും 1 റക്അത്ത് കൂടുകയല്ലേ ഉള്ളൂ. ആ കൂടുന്നതിന് വേണ്ടി നമ്മൾ സെഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. ഇനി അടുത്തത് ജംഅ് എന്നാൽ എന്താണ്? ജംഅ് എന്ന് വിശാലമായിട്ടുള്ള പാഠാണല്ലോ. മുന്തിച്ച് ജമ്മാക്കാം, പിന്തിച്ച് ജമ്മാക്കാം, പിന്നെ കെസറാക്കാം. ഇവിടെ വെറും ജംഅ് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ എഴുതുക? ളുഹുറും അസറും ഒന്നിച്ചും മഗ്രിബും ഇശാവും ഒന്നിച്ചും 2-1 സമയത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ ളുഹുർ അസർ, അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത്, അസറിൻ്റെ സമയത്ത് നിസ്കരിക്കുക. മഗ്രിബ് ഇശാ ഏതെങ്കിലും ഒരു ഇശാവിൻ്റെ സമയത്ത് നിസ്കരിക്കുക. അപ്പോൾ 2-1 സമയത്ത് നിസ്കരിക്കലാണ് ജംഅ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, മൂന്നാമത്തത്
സമയം എഴുതുക എന്ന ചോദ്യമാണ്. അതിൽ വിത്തറുണ്ട്, തഹജ്ജുദുണ്ട്, തറാവീഹുണ്ട്. ഓരോന്നിൻ്റെയും സമയം നമ്മൾ പാടത്ത് പഠിച്ചതാണ്. അതിൽ വിത്തറിൻ്റെ വരുന്നത് ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിലാണ് വിത്തറിന് അനുയോജ്യമായ സമയം. അപ്പോൾ ഇഷാ നിസ്കരിച്ചതിൻ്റെ ശേഷം ഫജ്ർ വരെ, ഫജ്റിൻ്റെയും ഇടയിലായിട്ടാണ് വിത്തറിൻ്റെ സമയം വരുന്നത്. ഇനി രണ്ടാമത്തത് തഹജ്ജുദാണ്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ്. അപ്പോൾ നമ്മൾ രാത്രി ഒന്ന് ഉറങ്ങണം, ഉറങ്ങിയിട്ട് ഉണർന്ന ശേഷമാണിത് വരുന്നത്. മൂന്നാമത്തത് തറാവീഹാണ്. ഇഷാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെ തറാവീഹ് നിസ്കരിക്കാനുള്ള സമയമുണ്ട്. ഇനി അടുത്തത് യോജിച്ചവ ചേർക്കാം എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ ആമീൻ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഈ യോജിച്ചവ ചേർക്കാമെന്ന നാലാമത്തെ ചോദ്യത്തിൽ 5 എണ്ണമുണ്ട്. 1. സലാമിൻ്റെ ശേഷം ഉണ്ടാകുന്ന സംശയത്തിന് പരിഗണനയില്ല, അത് പരിഗണിക്കില്ല. 2. തറാവീഹിൻ്റെ മറ്റൊരു പേരാണ് ഖിയാമു റമളാൻ. 3. തഹജ്ജുദ് ഈ 2 റക്അത്തുകളിലായി എത്രയും നിസ്കരിക്കാം. 4. വിത്തർ പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. 5. 4 റക്അത്തിനെ 2ആക്കി നിസ്കരിക്കലാണ് ഖസ്ർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ ചോദ്യരൂപത്തിലോ പൂരിപ്പിക്കാനോ ബ്രാക്കറ്റിൽ തിരഞ്ഞെടുക്കാനോ ഒക്കെ ഇത് ചോദിച്ചേക്കാം. ഇതിന് പാഠവും നന്നായി വായിക്കണം കേട്ടോ. ഇനി 5-ാമത്താണ് നമുക്ക് വായിക്കാനുള്ളത്. 2 എണ്ണം വീതം എഴുതുക. അതിൽ 2 എണ്ണമല്ലേ വരുന്നത്. ഇവിടെ 2 എണ്ണം എഴുതി കൊടുക്കാനുള്ള സ്ഥലം പോലുമില്ല. അതുകൊണ്ട് 2 എണ്ണം മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ പാഠപുസ്തകത്തിൽ ഇതിൻ്റെ ബാക്കി വരുന്നത് കൂടെ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഒന്നാമത്തത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ. കുറേ ഗുണങ്ങൾ നമ്മുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ തഹജ്ജുദ് സഹായിക്കുന്നു, ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും തഹജ്ജുദിൻ്റെ കാരണങ്ങളാണ്, ഗുണങ്ങളാണ്. ഇനി രണ്ടാമത്തത് പുരുഷന് ധരിക്കൽ ഹറാമായവ ഏതൊക്കെയാണ്? സ്വർണവും പട്ടും പുരുഷന് ഹറാമാണ് ധരിക്കൽ. ഇനി മൂന്നാമത്തത് ജംഇനും കസിറിനുമുള്ള ചില നിബന്ധനകൾ. അപ്പോൾ അതിലും 4-5 എണ്ണം വരുന്നുണ്ട്. 2 എണ്ണയോടെ എഴുതി കൊടുത്തിട്ടുള്ളൂ. അനുവദനീയമായ യാത്രയാവുക. അപ്പോൾ നമ്മൾ പോകുന്ന യാത്ര നല്ല ഹലാലായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ താമസിക്കുന്ന നാട് വിട്ട് കടക്കുക. അപ്പോൾ ഇവൻ്റെ മഹല്ല്, ആ മഹല്ലിൽ നിന്ന് തന്നെ ളുഹുറും അസ്റും എല്ലാം ഒരുമിച്ചങ്ങ് നിസ്കരിച്ച് പോകാമെന്ന് കരുതിയാൽ പറ്റുമോ? അത് പറ്റില്ല. മഹല്ല് വിടണം. മഹല്ല് വിട്ടതിന് ശേഷം അവൻ്റെ നാട് എവിടെയാണോ, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അന്നാട്ടിൽ നിന്ന് തന്നെ പറ്റില്ല. അപ്പോൾ താമസിക്കുന്ന നാട് വിട്ട് കിടക്കുക. ഇനിയും ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് 6-ാമത്തത് അർത്ഥം എഴുതുക എന്നതാണ്. 2 പ്രധാന ഹദീസുകൾ അതിൽ വരുന്നുണ്ട്. ഇത് ഹദീസും നിങ്ങൾ പഠിക്കണം, അർത്ഥവും പഠിക്കണം. എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസത്തിലെ രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. അതാണ് അതിൻ്റെ ആശയം, അർത്ഥം. അതിൻ്റെ ഹദീസും പഠിച്ചു വെക്കുക. 2-ാമത്തത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബിതങ്ങൾ കാന യുസല്ലി ഫി റമളാന 20 റക്അ സിവൽ വിത്തർ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ വിത്തർ കൂടാതെ 20 നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 7-ാമത്തത് അന്നശാത്തു തത്ബീഖ. നമ്മൾ താഴെയുള്ള അവസ്ഥകളിൽ നിസ്കരിക്കുമ്പോൾ കിബിലയ്ക്ക് തിരിയേണ്ട വിധങ്ങൾ എഴുതി കൊടുക്കാനാണ്. അപ്പം നിൽക്കൽ ഡാഷ്, നിൽക്കുന്ന ആൾ എന്തുകൊണ്ടാണ് മുന്നിടേണ്ടത്? കിബിലയ്ക്ക് നെഞ്ചുകൊണ്ട് മുന്നിടണം. ഇരിക്കുകയാണെങ്കിലോ അതും നെഞ്ചുകൊണ്ട് മുന്നിടണം. ഇനിയുള്ളതാണ് പ്രധാനപ്പെട്ടത്. കിടക്കുന്ന ആളാണെങ്കിൽ 2 എണ്ണം വരും. ചെരിഞ്ഞ് കിടക്കുന്ന ആളും ഉണ്ടാവും, മലർന്ന് കിടക്കുന്ന ആളുണ്ടാവും. ചെരിഞ്ഞ് കിടക്കുമ്പോൾ നെഞ്ചും മുഖവും കൊണ്ട് കിബിലക്ക് മുന്നിടണം. മലർന്ന് കിടക്കുന്ന ആളാണെങ്കിലോ മുഖവും ഉള്ളൻ കാലും. അപ്പോൾ നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കുമല്ലോ,
അങ്ങനെ നമ്മളെ കാല് കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ കിടത്തുക. അപ്പോൾ കാലിൻ്റെ അടി കിബിലയിലേക്ക് ഉണ്ടാകും. പിന്നെ മുഖത്തിലെ കണ്ണ് നമുക്ക് കിബിലയിലേക്ക് നോക്കാൻ പറ്റും. അതാണ് മലർന്ന് കിടക്കുന്ന എന്ന് പറയുന്നത്. മുഖവും ഉള്ളൻ കാലുകൊണ്ടും മുന്നിടണം. ഇനി നടക്കലാണെങ്കിലോ നെഞ്ചുകൊണ്ട് മുന്നിടണം. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ അവസ്ഥകളിൽ നിസ്കരിക്കുമ്പോഴുള്ള കിബിലയിലേക്ക് തിരിയേണ്ട വിവിധ അവസ്ഥകളെയാണ് വിവരിച്ചത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ നമുക്ക് മോഡൽ ചോദ്യപേപ്പർ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫിഖിൽ 6 പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നല്ലോണം വായിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹദീസുകളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഉറപ്പായും നമുക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഇതുപോലെ ഇനിയും നമുക്ക് ഓരോ പരീക്ഷയുടെയും തലേ ദിവസം നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബാണ് വേണ്ടത്. ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് കൂടെ കൂടുക. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ എന്തെങ്കിലും എഴുതി അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.